പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ കൊമ്മാടിയിൽ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതിന് അയൽവാസിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. അയൽവാസിയെ ഭർത്താവ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. തലയോട്ടി പൊട്ടിയ 28-കാരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ചക്കുപറമ്പ് സ്വദേശി ജിബിൻ ജോൺസണാണ് യുവാവിനെ ആക്രമിച്ചത്. നിലവിൽ ഇയാൾ ഒളിവിലാണ്. അടിയേറ്റ യുവാവിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. ആലപ്പുഴയിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. ആലപ്പുഴ കൊമ്മാടിയിലാണ് ഇത്തരത്തിൽ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതിന് അയൽവാസിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത്. അയൽവാസിയെ ഭർത്താവ് ചുറ്റിയുകൊണ്ടാണ് തലയ്ക്ക് അടിച്ചിരിക്കുന്നത്. എന്തായാലും 28-കാരന്റെ അവസ്ഥ ഇപ്പോൾ വലിയ ഗുരുതരാവസ്ഥയിലാണ്. 28-കാരന്റെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. ചക്കുപറമ്പ് സ്വദേശി ജിബിൻ ജോൺസണാണ് ഇത്തരത്തിൽ 28-കാരനായ അയൽവാസിയെ ആക്രമിച്ചിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. അടിയേറ്റ യുവാവിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴയിലാണ് ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഭർത്താവിന് നിന്നാണ് ഇപ്പോൾ അയൽവാസിക്ക് ക്രൂരമർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. തലയോട്ടി പൊട്ടിയ 28-കാരൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്രിയുമായും AICC പ്രതിനിധികളുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക കൈമാറിയാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. 20 സിറ്റിംഗ് സീറ്റുകളടക്കം 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങളിൽ ഒറ്റ പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 40 സീറ്റ്. ബാക്കിയുള്ളവ 20 സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊപ്പം ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊക്കെ അന്തിമ തീരുമാനം നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തതോടെയാണ് ഇത്തരത്തിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്രിയുമായും AICC പ്രതിനിധികളുമായൊക്കെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത.